ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ തിലാര കാല എന്ന ഗ്രാമത്തിലാണ് നമ്മളിപ്പോഴുള്ളത്. ഇങ്ങോട്ടുള്ള വഴിയിൽ ഒരുപാട് സ്ഥലത്ത് ഭക്ഷണം കഴിക്കാൻ വേണ്ടി നമ്മളിങ്ങനെ നോക്കി, പക്ഷേ എവിടെയും ഭക്ഷണം കിട്ടുന്നില്ല. കുറച്ച് സമൂസയും അല്ലെങ്കിൽ ജിലേബിയും മാത്രമേ എല്ലാ സ്ഥലങ്ങളിലുള്ളൂ. പക്ഷേ കുറച്ചിങ്ങോട്ട് വന്നപ്പോൾ ഇവിടെ ഇറച്ചി കണ്ടു, കോഴി സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഏ ക്യാ ഹെ? सीख कबाब है। सीख कबाब ആണ്. इसमें और क्या है खाने के? भुजा इसके साथ में ഭുജ, അതായത് ഈ ഇറച്ചിയുടെ കൂടെ ഉള്ളത് ഭുജയാണ്. ഭുജ എന്ന് പറയുന്നത് നമ്മുടെ പൊരിയും ഇറച്ചിയും കൂടി ചേർത്ത് കഴിക്കുന്ന ഒരു സ്പെഷ്യലാണ് ഇവിടെ. നമ്മുടെ പൊരി. ഇവിടെ ആളുകൾ ചോറ് കഴിക്കുന്നത് കുറവാണെന്ന് നാട്ടുകാർ പറയുന്നുണ്ട്. എന്തായാലും ഇത് കഴിച്ചു നോക്കുമ്പോൾ രസമുണ്ട്. ചിക്കൻ കാല് പൊരിച്ചതാണ്. ഒരു ചിക്കൻ്റെ കബാബ്, ഒരു കബാബും ഈ ഭുജയും കൂടി ചേർത്ത് കഴിക്കുക 80 രൂപയാണ് വില. നമുക്കിവിടെ രാഷ്ട്രീയത്തെ കൂടി കുറിച്ച് സംസാരിക്കാം. कैसे चल रहे चुनाव? ठीक है, कोई बात नहीं। नीतीश कुमार जी का शासन कैसे है? ठीक है। ठीक है, मतलब वही है जो यहाँ पर रहेगा, जो नीतीश कुमार का जो सरकार है बस वही रहेगा। दूसरा यहाँ पे कोई नहीं आ सकता है, कांग्रेस नहीं आ सकता है, यहाँ जेडीयू नहीं आ सकता है। बस अपना जो है जो अपना बीजेपी का सरकार है बस वही आ सकता है, दूसरा कोई नहीं आ सकता। जय हिंद, जय भारत। क्यों बीजेपी? आप क्यों बीजेपी को वोट डालते? वो काम करवाया है बढ़िया, क्या काम? रोड पुल उल। आप कितना क्लास तक पढ़ा है? 8 क्यों 8? वो पैसा के दिक्कत से। पैसा की दिक्कत है। हाँ। सरकार और विधायक कोई हेल्प कर दिया आपको? ना, नहीं। 8ാം ക്ലാസ് വരെയാണ് പഠിച്ചത്. പക്ഷേ അതിനുശേഷം പഠിക്കാനുള്ളൊരു പണം കയ്യിലുണ്ടായിട്ടില്ല. അന്ന് സഹായിക്കാൻ ആരും ഉണ്ടായില്ല. പക്ഷേ ഇവിടുത്തെ സർക്കാരിനെ പറ്റിയൊന്നും ഒരു പ്രയാസവും പ്രശ്നവും അവൻ പറയുന്നുമില്ല. ഇന്ത്യ നേപ്പാൾ അതിർത്തിയിലെ ജനങ്ങൾക്ക് ഇതൊക്കെയാണ് പറയാനുള്ളത്. ഇനിയും കുറേ പറയാനുണ്ട് അവർക്ക് കാര്യങ്ങൾ. നമുക്ക് വോട്ടർ സെക്രട്ടറി ഡയറി ഈ ഗ്രാമങ്ങളിലൂടെ സഞ്ചരിക്കാം.